കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക്കൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നിന്നും അരുൺ PJ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, അങ്ങനെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? സിന്ധൂരി, ജനാധിപത്യ കേരളം നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട് ഗവൺമെൻറ് പോളിടെക്നിക്കലാണ്, അത് വെസ്റ്റ് ഹില്ലിലാണ്. ഇവിടെ നിന്ന് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങാനായി ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ ഇവിടെ എത്തുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നു. ബൂത്ത് അടിസ്ഥാനമാക്കിയാണ് കൗണ്ടറുകളായി ക്രമീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, അതിലൂടെയുള്ള വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം അതുതന്നെയാണ്. ഈ വോട്ടിംഗ് സാമഗ്രികളെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരവരുടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ രാവിലെ ഇത് ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ കൗണ്ടറുകളായി തിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ഈ പേര് വിളിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടോക്കൺ അനുസരിച്ചിട്ടുള്ള ക്രമ നമ്പർ അടയാളപ്പെടുത്തിയതനുസരിച്ചിട്ടുള്ള ക്രമത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെത്തി ഈ ചുമതലപ്പെടുത്തിയ അതാത് ബൂത്തുകളിലേക്ക് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി പോകുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഏകോപന ചുമതലകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളും എല്ലാം ഇത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ചേർന്ന പോലീസ്, മറ്റ് റവന്യൂ വിഭാഗം, മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിന് മുന്നോടിയായി ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കറിയാം, ഈ ഉദ്യോഗസ്ഥരെ വിവിധ വകുപ്പുകളിൽ നിന്ന് ഈ പോളിംഗ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരവർക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഈ പോളിംഗ് മെഷീൻ, വോട്ടിംഗ് മെഷീൻ, EVM, ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ, ബാക്കിയുള്ള പട്ടിക, ഇതെല്ലാം കൈമാറുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും ഇതിൻ്റെ നമ്പർ എന്തെങ്കിലും മാറിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്കും ബൂത്ത് വ്യത്യാസം, ഈ നമ്പർ വ്യത്യാസത്തിനെല്ലാം കാരണമാക്കി. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ ID കാർഡുകൾ പരിശോധിച്ചുകൊണ്ട് എത്തുന്ന പോളിംഗ് ഉദ്യോഗസ്ഥരുടെ തിരിച്ചറിയൽ രേഖകൾ, അവരുടെ ഔദ്യോഗിക രേഖകൾ, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന നമ്പറുകൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചേരുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. ഈ നിൽക്കുന്നവരെല്ലാവരും ഇവരുടെ ക്രമ നമ്പർ അനുസരിച്ചിട്ടുള്ള വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ് അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. കോഴിക്കോട് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് എത്തും. ഈ നേരത്തെ പോകുന്നത് അകന്ന കുറച്ച് ദൂരെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകളുടെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വോട്ടിംഗ് സാമഗ്രികളായിരിക്കും ആദ്യ ഘട്ടത്തിൽ വിതരണം ചെയ്യുക. കുറ്റ്യാടി, പേരാമ്പ്ര, മുക്കം പോലെയുള്ള സ്ഥലങ്ങൾ, അതിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ, വയനാട് വരെ നീണ്ടു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. വയനാടിൻ്റെ ജില്ലാ അതിർത്തി കേന്ദ്രങ്ങളിൽ വരെയുള്ള പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. മലയോര പ്രദേശങ്ങളിലുള്ള പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് ആ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങൾ തന്നെയാണ് വെസ്റ്റ് ഹില്ല് സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കിട്ടിയ പോളിംഗ് സാമഗ്രികളും എല്ലാം ക്രമപ്പെടുത്തുക, അത് പരിശോധിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്, അല്ലെങ്കിൽ ജോലികൾ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. ഒട്ടിക്ക ഈ ഒപ്പ് ഉൾപ്പെടെയുള്ള സിഗ്നേച്ചർ ഉൾപ്പെടെയുള്ള ക്രോസ് ചെക്ക് ചെയ്യുന്ന അവരുടെ ഔദ്യോഗിക രേഖകളെല്ലാം ക്രോസ് ചെക്ക് ചെയ്തു പോകുന്നു. അവിടെ ഓരോ ബൂത്തുകളിലായിട്ട് ചുമതലപ്പെടുത്തിയ ഒരു സീനിയർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടമുണ്ടാകും. ഇവർ കൂടി ആലോചിച്ചുകൊണ്ടുള്ള ബൂത്തിൽ ഉണ്ടാകുന്ന വോട്ടിംഗ് സാമഗ്രികളുടെ ഒരു വിതരണം അല്ലെങ്കിൽ ആ ക്രമീകരണം എല്ലാം ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ ഈ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാക്കാനാകുമെന്ന് തന്നെയാണ് കാണുന്നത്. എന്തായാലും ഈ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു സുരക്ഷ ഏർപ്പെടുത്തുന്നുണ്ട്. ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിൻ്റെ മുറയ്ക്ക് തന്നെ അതിനോടൊപ്പം തന്നെ പോലീസിൻ്റെ സുരക്ഷയുണ്ടാവും. പോലീസ് എല്ലാ ബൂത്തുകളിലും സുരക്ഷ ഉണ്ടാവും. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ പല പ്രദേശങ്ങളിലും അതീവ പ്രശ്നബാധിതമല്ലെങ്കിലും ചില പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അപ്പോൾ അവിടെ കേന്ദ്രസേനയുടെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പോലീസിൻ്റെയും എല്ലാം സഹായം ആവശ്യമായി വരും. കേരള പോലീസിൻ്റെ ഒരു കോർഡിനേഷൻ അതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സുരക്ഷ എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടാവും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന പ്രവൃത്തി
ഉടനടി തന്നെ പൂർത്തിയാക്കാൻ തന്നെയാണ് അതിൻ്റെ തിരക്കിട്ട പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സിന്ദൂരി.